ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു കൈപ്പക്കത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. കൈപ്പക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ കൈപ്പക്കേനെ എടുത്തിട്ടുള്ളതായ നല്ല നാടൻ കൈപ്പക്കില്ലേ, നല്ല പച്ച കളറുള്ള അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിലൊന്നല്ല, അപ്പൊ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, നല്ല വലുതാണ്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് മാറ്റി വെക്കാം. കൈപ്പക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഞാനൊരു ഉള്ളിയും മുളകും ചതച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പൊ അതിന് വേണ്ടി ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 7 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഉള്ളിയും മുളകും ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇഷ്ടമനുസരിച്ച് നമുക്ക് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഒരു കൈപ്പക്കയാണ് എടുത്തിട്ടുള്ളത്, പാവക്ക. അപ്പൊ ഞാൻ അതിനനുസരിച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങയും കൂട്ടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇനി നമുക്ക് കൈപ്പക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില പിച്ചി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിപ്പിച്ചിട്ടോളും. കടുകൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ളതായ ചമ്മന്തിന്റെ തേങ്ങയുടെ മിക്സ് അത് ഇട്ട് കൊടുത്ത് അതിന്റെ ആ ജലാംശമൊക്കെ പോണ വരുന്ന വഴിക്കുന്നു. ഇപ്പൊ മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലാ ജലാംശം ഒന്ന് വറ്റി വന്നാൽ മതിട്ടാ. എന്നിട്ട് നമുക്ക് കൈപ്പക്ക ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഉണക്കമുളക് ഉള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മൾ കൈപ്പക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. സിമ്പിൾ അല്ലേ ചെയ്യാൻ. പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നോക്കിയേ, നല്ല പോലെ ജലാംശമൊക്കെ വറ്റി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആയ തേങ്ങാ ചമ്മന്തി കണ്ട നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൈപ്പക്ക ചേർത്ത്. ഇതിങ്ങനെ ഞാൻ വേവിക്കാണ്ട് ഇട്ടണ കാരണമാണ് ഇത്രയും നൈസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ടാ. അല്ലെങ്കിൽ വെന്ത് കിട്ടൂല കട്ടിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിങ്ങായിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടക്കിടക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 6-7 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. കയ്പ്പൊക്കെ സെറ്റായി കിട്ടിക്കോളും. നല്ല ടേസ്റ്റാണ്. ഈ ഒരു തോരനുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല. അത്രക്ക് ടേസ്റ്റാണ് ഇങ്ങനെ കൈപ്പക്ക തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നല്ല പോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചമ്മന്തിയുടെ മിക്സൊക്കെ കൈപ്പക്കയിലേക്ക് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിന് നമുക്ക് മൂടി വെച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, അപ്പൊ അടുക്കി പിടിക്കും.
ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. മീഡിയത്തിൽ നിന്നും കുറച്ച് കുറവാക്കി വെക്കുക. അപ്പോഴും ഇത് സെറ്റായി വരുള്ളൂ, അല്ലെങ്കിൽ അടുക്കി പിടിച്ചത് കരിഞ്ഞു പോകും. ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചെടുക്കാം. നമുക്ക് മൂടി തുറന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തന്നെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കൈപ്പക്ക. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണോട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചമ്മന്തി ഒതുക്കിയപ്പോ ഒന്ന് ഉപ്പ് ചേർത്തിട്ട് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൈപ്പക്കേൻ്റെ ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ മൂടി വെച്ചാൽ ഇത് സെറ്റ് ആയിക്കോളും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. എന്താണെന്ന് വെച്ചാൽ അത്രയും നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. കണ്ടോ, അല്ലാണ്ട് വെന്തുടഞ്ഞു പോവാനും പാടില്ല കേട്ടോ. അപ്പൊ ആകെ കുഴഞ്ഞു പോവും, ടേസ്റ്റ് ഉണ്ടാവൂല. ഇങ്ങനെ ആവുമ്പോ നല്ല ടേസ്റ്റ് വന്നു. നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കുക. ഇതിൽ ഉപ്പിന്റെ പോരായുണ്ട്. ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയപ്പോ ഉപ്പ് കുറച്ച് കുറവുണ്ട്. കൈപ്പക്കേമൽക്ക് ഉപ്പ് അധികം ആയിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഓവറായി പോകണ്ട. ഞാനൊരു 1/2 സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ശർക്കര ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് പഞ്ചസാര. അപ്പൊ ആ കയ്പ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിക്കോളും. വല്ലാണ്ട് കയ്പില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ കൊതുക്കി ചേർക്കണല്ലേ, അപ്പൊ വല്ലാണ്ടില്ല. അപ്പൊ ഒന്ന് ബാലൻസ് ആയിക്കോളും. നമുക്കായ ഉപ്പും പഞ്ചസാരയും ഒക്കെ നമുക്ക് ഇതുമേലേക്ക് പിടിക്കണ വരെ ഒന്നും കൂടി ഒരു 2-3 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചും ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മളെ തോരൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ആയ കയ്പ്പ് ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ ആ പഞ്ചസാര ഒരു കുറച്ച് ഇട്ടിട്ടുള്ള 1/2 സ്പൂണൊക്കെ കൂടി പോവരുത് കേട്ടാണ്. അപ്പൊ ആയ കയ്പ്പൊക്കെ ടേസ്റ്റും പോകും മധുരം കൂടിയാല്. അപ്പൊ കണ്ട, സിമ്പിൾ അല്ലേ ചെയ്യാൻ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പൊ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.